പുതിയ ഗവൺമെന്റ് ഇന്നലെ ഗവർണർ പ്രഖ്യാപിച്ച ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില അതീവ ഗുരുതരമാണ്. കടം വാങ്ങിയ പണത്തിന് പലിശ കൊടുക്കാൻ കടം വാങ്ങി സംസ്ഥാനത്തിന്റെ ഖജനാവ് കാലിയാക്കിയിട്ടാണ് പിണറായി വിജയൻ സ്ഥാനമൊഴിയുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഈ പണം മുഴുവൻ ചെലവഴിച്ചതെന്ന് ആർക്കും അറിയില്ല. അനാവശ്യമായ ചെലവുകൾ, അനാവശ്യമായ കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ആയിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു. അഴിമതിയും കൊള്ളയും നടത്തിയ ഒരു ഗവൺമെന്റാണ് ഈ കേരളം ഭരിച്ചത്. നടത്തിയ ഓരോ അഴിമതിയും കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നടപടികൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. സംസ്ഥാന ഖജനാവ് കട്ടുമുടിച്ച് അഴിമതി നടത്തി, കൊള്ള നടത്തി മുന്നോട്ട് പോയ ആളുകളെ ആരെയും രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല. ഇനി വരും ദിവസങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്ന കാര്യമാണ്. നിയമപരമായ കാര്യങ്ങൾ ആർക്കും മാറ്റിവെക്കാൻ കഴിയുന്നതല്ലല്ലോ. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണം. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, UDF ഗവൺമെന്റ് LDF ഗവൺമെന്റ് കാട്ടിയ ജീവനക്കാരുള്ള ദ്രോഹ നടപടികൾ നമ്മുടെ ഗവൺമെന്റ് ഭാഗത്തുണ്ടാകില്ല. അവർ പിടിച്ചു വെച്ച ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യം ഗൗരവപൂർവ്വം തന്നെ നമ്മൾ പരിശോധിക്കും. ഗൗരവപൂർവ്വം പരിശോധിച്ച് നടപടി ഉണ്ടാകും. സാമ്പത്തിക പരാധീനതകൾക്കിടയിലും സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ UDF ഗവൺമെന്റ് പ്രത്യേക ശ്രദ്ധ കാണിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സംതൃപ്തമായൊരു സിവിൽ സർവീസ് ഉണ്ടെങ്കിലേ സംതൃപ്തമായൊരു ഭരണം ജനങ്ങൾക്ക് നൽകാൻ കഴിയും. അതുകൊണ്ട് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം വെക്കപ്പെടേണ്ടതാണ്. 10 വർഷത്തെ പല്ലവി നമുക്കില്ല. ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തിക പ്രയാസമുണ്ട്. 10 വർഷം കൊണ്ട് ഖജനാവ് മുടിച്ചുപോയ അവസ്ഥാവിശേഷമുണ്ട്. എന്നാലും ഓരോന്നോരോന്നായി പടിപടിയായി നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പൊ തന്നെ സർക്കാർ വന്നിട്ട് 10 ദിവസമായില്ല, സമരം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം വിദ്യാർത്ഥികളെ ഇളക്കി വിട്ടു. വിദ്യാർത്ഥികൾ പോലീസിനോട് ഏറ്റുമുട്ടുന്നു. അതിന്റെ പേര് സംസ്ഥാന വ്യാപകമായി സമരം നടത്തുന്നു. അവിടെയും പോലീസിന് നേരെ അക്രമങ്ങൾ നടത്തുന്നു. വിദ്യാർത്ഥികളെ അഴിച്ചുവിട്ട് സമരങ്ങൾ ശക്തിപ്പെടുത്താൻ നോക്കുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതല്ലേ, എല്ലാ പ്രമുഖ നേതാക്കന്മാരും റോഡിലിറങ്ങി സമരം ചെയ്തു. ED കേസിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചത് നമ്മളാണോ? UDF ഗവൺമെന്റ് ആണോ? ED അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടണം. ആ നിയമപരമായി നേരിടാതെ അക്രമങ്ങൾ അഴിച്ചുവിട്ടത് എന്ത് അടിസ്ഥാനത്തിലാണ്? ED ഉദ്യോഗസ്ഥന്മാർ നമുക്ക് ആഭ്യന്തര വകുപ്പിന് ഒരു ഹിന്റ് പോലും തന്നില്ല. അപ്പൊ ചിലർ ചോദിച്ചു, നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് വേണോ വരാൻ? വേണ്ട, പറയണ്ട. പക്ഷേ ജോലി കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നു എന്നെങ്കിലും പറയണ്ടേ? എന്നിട്ടല്ല പോലീസിന് അവിടെ കവചമൊരുക്കാൻ കഴിയൂ. അതുപോലും പറഞ്ഞില്ല. പിണറായിയിൽ പറഞ്ഞു, കോഴിക്കോട് പറഞ്ഞു, ഇവിടെ പറഞ്ഞില്ല. പിന്നെ പോലീസ് എങ്ങനെ കവചം തീർക്കും? അക്രമകാരികൾ അവരുടെ വാഹനം അടിച്ച് തകർത്തത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യമായി പോയി. CPM-ന് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നില്ലേ? അക്രമം കൊണ്ടാണോ ഇത്തരം നടപടികളെ നേരിടേണ്ടത്? അക്രമം അതിനൊരു പരിഹാരമാണോ? പോലീസ് കൈകാര്യത്തിനെങ്കിൽ വേണം പാർട്ടി ഓഫീസിൽ കയറാമായിരുന്നു. പക്ഷെ അത് നമ്മുടെ നയമല്ല. ഒരു പാർട്ടി ഓഫീസിൽ ഇടിച്ചു കയറുക
പോലീസിന് 5 മിനിറ്റത്തെ കാര്യമാണ്. ചില ആളുകൾ പറഞ്ഞു പോലീസ് നിർവീര്യമായതുകൊണ്ടല്ല, പോലീസിന് കയറാമായിരുന്നു. പക്ഷേ പലരും ആഗ്രഹിച്ചത് കലാപം ഉണ്ടാകണമെന്നായിരുന്നു. പോലീസിന് നേരെ, ഇഡിക്ക് നേരെയുണ്ടായ അക്രമം ആസൂത്രിതമായിരുന്നു. ഒരു കലാപം ഉണ്ടാക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. പോലീസ് സമചിത്തതയോടെ പെരുമാറാൻ പറഞ്ഞത് ആഭ്യന്തരമന്ത്രിയായ ഞാൻ തന്നെയാണ്. പോലീസ് സമചിത്തതയോടെ പെരുമാറിയത് കൊണ്ട് കലാപ നടത്താൻ ആഗ്രഹിച്ച ആളുകൾക്ക് തിരുവനന്തപുരത്ത് കലാപം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നെ വിമർശിച്ചവരുണ്ട്, പല ചാനലുകളും എന്നെ വിമർശിച്ചു. 22 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇതിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അതാരും പറയുന്നത് പോലുമില്ല. വിമർശനങ്ങളെ എനിക്ക് ഭയമില്ല. പക്ഷേ പോലീസ് സമചിത്തതയോടെ കാര്യങ്ങളെ നേരിടണം. കുറ്റവാളികൾക്ക് ഒരു സംരക്ഷണവും കൊടുക്കില്ല. ആര് കുറ്റം ചെയ്താലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 22 പേരെ കോട്ടയം വരെ പോയുള്ള പോലീസ് ഇതിൽ ഉൾപ്പെട്ട പ്രതികളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ മുഴുവൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. കേരളമൊട്ടാകെ അക്രമങ്ങൾ നടത്തുന്ന ആരാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. അക്രമം അഴിച്ചുവിടുന്നത് മാർച്ച് അധികാരത്തിൽ അധികാരം വിട്ടൊഴിഞ്ഞിട്ട് 10 ദിവസമേ ആയുള്ളൂ. ഞങ്ങളാരും നമ്മുടെ ഓഫീസൊന്നും ശരിയായിട്ട് പോലുമില്ല. മന്ത്രിമാർ ഓഫീസുകളിൽ ഇരുന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ തന്നെ സമരവും അക്രമവുമായി ഇറങ്ങി വരുന്ന CPMന്റെ നില ജനങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അധികാരം കയ്യിൽ നിന്ന് പോയതിൻ്റെ ദുഃഖം, അധികാരത്തിന് പുറത്തു പോയതിൻ്റെ വിഷമം അക്രമം കാണിച്ചല്ല പ്രകടിപ്പിക്കേണ്ടത്. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.